അമ്മ അതിന്റെ കാര്യം നമ്മൾ എത്ര വിചാരിച്ചാലും നന്നാവില്ല. പഠിച്ചല്ലേ പാടുള്ളൂ. ചായ. ഡോക്ടർ KS മേനോന്റെ മോളാ. ആരെ? ഇന്നലെ രാത്രി ദൂരദർശൻകാർക്ക് ഫോൺ ചെയ്ത് ചോദിച്ചില്ലേ ആ കുട്ടിയുടെ അഡ്രസ്? ഗിരിനഗറിലാ താമസം. ഇതുപോലൊരു അമ്മ എവിടുന്ന് കിട്ടു? മോൻ മനസ്സിൽ കാണുന്നൊക്കെ എക്സ്റേ എടുക്കുമ്പോഴല്ലേ എടുക്കുന്നത്? അമ്മയടുത്തെല്ലാം പറഞ്ഞു കൊടുത്തല്ലേ? ഞാനെന്ത് അമ്മയടുത്ത് പറഞ്ഞു കൊടുത്തല്ലേ? ഈശോനാണ് അയ്യപ്പനോട് സത്യം ഞാനൊന്നും പറഞ്ഞു. പിന്നെ അവിടെ സംസാരിച്ചോണ്ടിരുന്നോ? അയ്യോ, അത് ഞങ്ങൾ വേറെ നാട്ടുകാരിയൊക്കെ പറഞ്ഞതാ. ഇതാണ് പറഞ്ഞു രാത്രിയായാലും ഇത്ര ബോധമൊക്കെ വേണമെന്ന്. അയ്യേ, ആ ഫോൺ എടുത്ത ആളിന്റെ തന്തയ്ക്ക് വിളിച്ചതൊക്കെ അമ്മ കേട്ടിരിക്കുമല്ലേ? പിന്നെ ആകെ നാണക്കേടാ. ഏതായാലും ആ ദൂരദർശൻകാർ കാരണം ഇങ്ങനെ ചില നല്ല കാര്യങ്ങൾ നടക്കട്ടെ. അല്ല, ഇനി എപ്പോഴാ കല്യാണം? ആരുടെ? എന്റെ മോനെ കാള വാല് വെക്കുന്ന കണ്ടാൽ അറിയില്ലേ? രാഘവേട്ടാ, കല്യാണം വരെ എത്തുന്നതിന് മുമ്പ് എനിക്ക് ഒരുപാട് ദൂരം സഞ്ചരിക്കാനുണ്ട്. കാറിലോ? കല്യാണത്തിന് എനിക്ക് ചില നിർബന്ധങ്ങളുണ്ട്. അതൊരു പ്രേമ വിവാഹമായിരിക്കണം. ഒരു കുട്ടിയെ കാണുക, അതുമായി ഇഷ്ടത്തിലാകുക, അമ്മയില്ല പരസ്പരം അറിയുക, പിന്നെ നുറുങ്ങ് പരിഭവങ്ങൾ, പിണക്കങ്ങൾ, ഇണക്കങ്ങൾ, ഇതിന്റെയൊക്കെ ഒരു ത്രിൽ അറിഞ്ഞതിന് ശേഷം മാത്രമേ ഞാൻ വിവാഹം കഴിക്കൂ. മതിയെന്നേ. പക്ഷെ അതിനു മുമ്പ് ആദ്യം കുട്ടിക്ക് എന്നെ ഇഷ്ടമാണോന്ന് അറിയണമല്ലോ. അതിനൊക്കെ വഴിയുണ്ടെന്നേ. എങ്ങനെ? അതിനൊക്കെ വഴിയുണ്ടെന്ന്. ഞാനില്ല ഇവിടെ അട്ടി വെച്ചു. അയ്യോ അമ്മേ, ഞാൻ എത്ര ദൂരത്തുനിന്ന് വരുമെന്നറിയോ? ദൂരദർശൻ കേന്ദ്രത്തിന്റെ അവിടുന്ന് ഓട്ടോ കയറി, ബസ് കയറി, ഇതെവിടെ എത്തിയപ്പോ ഐസ്ക്രീം ബാർ കയറി ആ കുട്ടി. അതിനെന്താ, അവര് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അയ്യേ, അത് കഴുതി കൂട്ടി കാത്തിരിക്കുന്ന പോലെ തോന്നുന്നു. ഒരു കാര്യം ചെയ്യും, മെല്ലെ ഐസ്ക്രീം ബാർ കയറി ഒരു ഐസ്ക്രീം വാങ്ങി, പിന്നെ ഞാൻ പറഞ്ഞതുപോലെ വരുമോ? അയ്യ, അതൊക്കെ ഒരുമാതിരി. അയ്യേ, എന്തൊരു മാതിരി. അങ്ങോട്ട് ചെല്ല്. പോട്ടെ, ഇനി ഇങ്ങനത്തെ ചാൻസ് കിട്ടില്ല കേട്ടോ. അച്ഛനാണോ സത്യം? ധൈര്യമായിട്ട് ചെല്ല്, ധൈര്യമായിട്ട്. ഞാൻ അനുഭവിച്ചോളൂ. ചെല്ല്. ഒരു ഐസ്ക്രീം. ഏതാ വേണ്ടത്? ഏതാ ഉള്ളത്? വെനില, സ്ട്രോബെറി, ചോക്ലേറ്റ്, പിസ്ത, ബട്ടർ സ്കോച്ച്, ചോക്കോബാർ എല്ലാം ഉണ്ട് സാർ. ഏതാ വേണ്ടേ? മിസ് രാധികയല്ലേ? അതെ, വരട്ടെ. ഈ ടിവിയിലൊക്കെ അതെ. അല്ല സാർ, എക്സ്ക്യൂസ് മീ, ടിവിയിലെ പ്രോഗ്രാം ഞാൻ കണ്ടിരുന്നു, വളരെ നന്നായിരുന്നു. കൺഗ്രാറ്റുലേഷൻസ്. ഡോക്ടർ KS മേനോന്റെ മകളല്ലേ? അതെ, അച്ഛനറിയോ? കൊള്ളാം. ഞങ്ങളുടെ ഫാമിലി ഡോക്ടറല്ലേ? ഇത്ര ചെറുപ്പം മുതലേ എന്നെ എത്ര പ്രാവശ്യം ചികിത്സിച്ചിട്ടുള്ള ആളാ. എന്റെ അമ്മൂമ്മയുടെ വാദം ഒരു ഒറ്റ ദിവസം കൊണ്ട് അദ്ദേഹം മാറ്റി കൊടുത്തത്. പുള്ളിയെ കണ്ടാൽ തന്നെ പകുതി അസുഖം പോകുന്ന അമ്മൂമ്മ പറയാറുള്ളത്. പുള്ളി ചികിത്സിച്ച് ഭേദമാക്കേണ്ട കാര്യമില്ല, അത്ര കൈപ്പുണ്യമുള്ള ആളാ. ഡോക്ടർമാരുടെ ഇടയിൽ ഒരു മാണിക്യമാണ് മേനോൻ ഡോക്ടർ. എന്റെ അച്ഛനാണോ നിങ്ങൾ ചികിത്സിക്കുന്നത്? അതെ. ഉറപ്പാണോ? മേനോൻ ഡോക്ടറെ എനിക്കറിയില്ലേ, എന്താ പ്രശ്നം? അല്ല, എന്റെ അച്ഛനൊരു മൃഗ ഡോക്ടറാണ്. യുവർ ഓണർ, പൂമംഗലം തറവാട്ടിലെ ഒരു അംഗവും സ്ഥലത്തെ പ്രമുഖ മൃഗ ഡോക്ടറുമായ ഡോക്ടർ KS മേനോന്റെ മകൾ രാധികയെ പ്രേമിച്ചു എന്നതാണ് ഈ ഉള്ളവന്റെ മേൽ ചുമത്തപ്പെട്ടിരിക്കുന്ന കുറ്റം. ഈ കുട്ടിയോട് തന്നെ പ്രേമം തോന്നാനുള്ള കാരണമുണ്ട്. അത് പിന്നെ ഈ ചിലരെ നമ്മൾ ആദ്യമായിട്ട് കാണുമ്പോൾ തന്നെ ഈ നമുക്ക് തോന്നില്ലേ, ചില രൂപവും ഭാവവും, പിന്നെ അതുപോലെ തന്നെ ഈ ഒരു കാര്യം മറ്റേടത്ത് ചോദ്യം ചോദിക്കില്ല, അങ്ങ് ഇഷ്ടപ്പെട്ടു, അത്രേ ഉള്ളൂ, അത്ര മതി, അത് മതി. കോടതിയോട് കുറച്ച് ബഹുമാനത്തോടെ പെരുമാറണം. ആട്ടെ, വാദം തുടരട്ടെ. രാത്രികാലങ്ങളിൽ 3, 4, മാക്സിമം ഒരു 5 സ്മോൾ വരെ വീശും ഒഴിച്ചാൽ പ്രതിക്ക് വേറെ എന്താണ് ഒരു കുറവാണ്? മേപ്പടിയാൻ ചില അവസരങ്ങളിൽ അടിച്ചു പൂസായി സംസ്ഥാന കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിൽ ഇരിക്കുന്നവരോട് ഫോണിലൂടെ അപമര്യാദയായി പെരുമാറി എന്ന് കേട്ടത് ശരിയാണോ? ശരിയാണ്. പ്രേക്ഷകന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ചില പാകപ്പിഴകൾ ഉണ്ടായിട്ടുണ്ട്. ഇനി അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ ശ്രമിക്കുന്നതാണ്. അപ്പൊ ഇത് ഭാവിയിൽ ഒരു അസുഖമായി മതി വിസ്താരം മതി.
ഇനി വിധി പ്രസ്താവിച്ചാട്ട്. ആ. ആ. കുമാരി രാധികയോട് പ്രതിക്കുള്ള അമിതാവേശവും ആക്രാന്തവും എന്തത്? ഇപ്പൊ പറഞ്ഞില്ലേ, ആ. അത് മനസ്സിലാക്കിയാൽ മതി കേട്ടോ. ആ. അത് കണക്കിലെടുത്തുകൊണ്ടും പ്രതിയുടെ അമ്മയ്ക്ക് ആ. തന്റെ മകനിൽ എത്രയും പെട്ടെന്നൊരു കുഞ്ഞിക്കാൽ പിറന്നു കാണണം എന്നുള്ളൊരു അത്യാഗ്രഹമുള്ളതിനാലും പ്രതിക്ക് തന്റെ പ്രേമബന്ധം ഭാവിയിൽ ശക്തമായി തുടരാൻ ബഹുമാനപ്പെട്ട ഞാനോ? നോ ആ. കോടതി ഉത്തരവിട്ടിരിക്കുന്നു. തട്ടാൻ വരട്ട് തട്ടാൻ ഒരുപക്ഷ പ്രതിയുടെ തള്ള, അയ്യോ അതായത് അമ്മ, ഈ അമ്മ അമ്മ? അമ്മ എതിർത്താലോ? ആരൊക്കെ എതിർത്താലും എന്തൊക്കെ സംഭവിച്ചാലും ആ വിലങ്ങുകളെല്ലാം വലിച്ചു പൊട്ടിച്ചുകൊണ്ട് നീ പൊട്ടിക്കും തീർച്ചയായിട്ടും ഞാൻ പൊട്ടിക്കും. ആഹാ, നീയാണ് എന്റെ കണ്ണാടി ചീത്തയാക്കുന്നല്ലേ? അയ്യോ, എന്താ സാറ് പറഞ്ഞു? ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. ഒന്നും ഇല്ല, പറഞ്ഞില്ലല്ലേ? ഇല്ല, ഇല്ല. എക്സ്ക്യൂസ് മീ, ഞാൻ ഡ്രോപ്പ് ചെയ്യണോ? നോ താങ്ക്സ്. എന്റെ പേര് ശ്യാം പ്രകാശ്. ഞാൻ ഇവിടുത്തെ ഒരു ക്രിമിനൽ ലോയറാണ്. പിന്നെ അന്ന് ഞാൻ കുട്ടിയുടെ അച്ഛനെ അറിയും എന്നൊക്കെ പറഞ്ഞത് വെറും പുളുവാണ്. സി, ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കുമെന്നാണല്ലോ. എനിക്ക് നല്ല ഉദ്ദേശങ്ങൾ മാത്രമേ ഉള്ളൂ. അതിപ്പോ എങ്ങനെയാ തുടങ്ങേണ്ടതെന്ന് അറിയില്ല. എന്റെ ഒരു പേഴ്സണൽ കേസ് പ്രസന്റ് ചെയ്യാനുണ്ട്. അതിനൊരു തീരുമാനം എടുക്കേണ്ടത് കുട്ടിയാണ്. ഇൻ ദിസ് കേസ് യു ആർ ദ ജഡ്ജ്. വേറൊന്നുമല്ല, എനിക്ക് കുട്ടിയെ വളരെ ഇഷ്ടമാണ്. ഐ ലവ് യു, 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 ഐ ലവ് യു. അങ്ങോട്ട് ചെല്ല്. രാഘവേട്ടൻ കൂടെ വാ. അയ്യേ രാഘവേറ്റാണ് കൊഞ്ചു കളിക്കുന്നു. അങ്ങോട്ട് ചെല്ലുന്നില്ല. തള്ളല്. മോളെ, ഇതാണ് എന്റെ മോൻ ശ്യാം. വാ അമ്മേ, ചായ എടുത്തിട്ട് വരാം. ഈ സാറിന് സംഗീതം എന്ന് പറഞ്ഞ രാഘവേട്ടാ, പുറത്താരോ വന്നിട്ടുണ്ട്. ആരില്ലെന്ന്. അല്ല, ഈ ഗേറ്റിന്റെ അടുത്ത്. ഗേറ്റിന്റെ അടുത്ത് ഗേറ്റിന്റെ അടുത്ത് ആരോ. ഈ ചാൻസ് നോക്കല്ലേ. രാധിക ഇവിടെ ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. ഗീത എന്റെ കൂട്ടുകാരിയാ. Really? ഇനി ടിവിയിലെ പ്രോഗ്രാം എന്നാണ്? എന്തിനാ? ദൂരദർശൻ കേന്ദ്രക്കാരെ വിളിക്കാനാണോ? ഛേ, ഈ അമ്മയുടെ കാര്യം എല്ലാം പറഞ്ഞോ? വീട്ടിൽ വെച്ച് കോടതി കൂടി എനിക്ക് വേണ്ടി വാദിച്ചതുൾപ്പെടെ എല്ലാം. അയ്യേ, പിന്നെ എന്നെ എന്നാ വീട്ടിലേക്ക് ക്ഷണിക്കുന്ന? എന്നാ ഇപ്പൊ ക്ഷണിച്ചിരിക്കുന്നു. എന്നാ വരുന്നെന്ന് പറഞ്ഞോളൂ. വീട് എനിക്കറിയില്ലല്ലോ. ഗിരിനീറിൽ വന്നിട്ട് എനിക്കിങ്ങോട്ട് വരാമോ? പിന്നെന്താ. എന്നോടൊരു വാക്ക് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ പബ്ലിക് റോഡിൽ വെച്ചുള്ള ഈ റൊമാൻസ് ഒക്കെ ഒഴിവാക്കായിരുന്നു. എന്താ? ഒന്നുമില്ല. എന്താ മോളെ? ഒന്നുമില്ല. ഗീതേ, നമുക്കിറങ്ങാം, സമയം കുറേ. രാഘവ, ഞാൻ വേണമെങ്കിൽ വേണ്ട വേണ്ട, ഞങ്ങൾ രാഘവേട്ടനെ കൂട്ടി പോയിക്കോളാം. വാ മോളെ. ആ കല്യാണാലോചന നമുക്ക് വേണ്ട ശ്യാം. അതെന്താ മാഷെ പെട്ടെന്ന് ഇങ്ങനെ? പയ്യൻ നല്ല ക്വാളിഫൈഡ് ആണ്, മര്യാദക്കാരനാണ്. എന്നാലും ഇത്രയും വലിയ തുക സ്ത്രീധനം. ഇപ്പൊ എനിക്ക് മനസ്സിലായി. ഓബ്ലിഗേഷൻ, കടപ്പാട്. എന്റെ മാഷ് എന്നെ ഇങ്ങനെ ഒരു അന്യനായിട്ട് കാണുന്നത് എനിക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല. അയ്യോ, അങ്ങനെ ഒരിക്കലും ഞാൻ. എന്നാ പിന്നെ ഒന്നും പറയണ്ട. ആ ഡിപ്പാർട്ട്മെന്റ് എനിക്ക് വിട്ടേന്നേക്കണം. എല്ലാം ഭംഗിയായി ഞാൻ നടത്തിക്കോളാം. ഇങ്ങനെ എല്ലാ കാര്യത്തിലും ശ്യാമിനെ. മാഷേ, ഇതെന്റെ പെങ്ങളുടെ വിവാഹ കാര്യമാണ്. ഈ വിവാഹത്തിൽ എനിക്ക് ഒരു അല്പം വോയിസ് ഒക്കെ ഉണ്ട്. അടുത്ത ആഴ്ച അവര് പെണ്ണ് കാണാൻ വരും. എന്താ? എല്ലാം എന്റെ ഇഷ്ടം പോലെ അല്ലേ? വാ മോളെ.
എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? ആ ചിരിച്ചു, അപ്പൊ ഇഷ്ടപ്പെട്ടു. ചിരിച്ചാ ഇഷ്ടപ്പെട്ടു എന്നാണോ? ആ അങ്ങനെയൊക്കെ ഓടാ അവിടുന്ന്. അങ്ങനെയാണെങ്കിലേ അടുത്ത മാസം 2-ാം തീയതി ഒരു മുഹൂർത്തമുണ്ട്. എന്താ? ആയിക്കോട്ടെ. ശ്യാം എന്താ ഒന്നും പറയാത്തത്? നിങ്ങളൊക്കെ പറയുന്ന പോലെ. ഏതാ ഞങ്ങൾ ഇറങ്ങട്ടെ? ആ, അതെ, നല്ല ഫിറ്റാണ്. കാരണം ഇന്ന് എന്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ ദിവസമാണ്. വൺ ഓഫ് ദ ഹാപ്പിയസ്റ്റ് ഡേയ്സ് ഇൻ മൈ ലൈഫ്. എന്റെ അനിയത്തിയുടെ കല്യാണം നിശ്ചയിച്ചിരുന്നോ? എത്ര നേരെ ഒറ്റയ്ക്ക് അങ്ങനെ പ്രസംഗിക്കുന്നു? 10 മിനിറ്റ്സ് ആവുമല്ലേ? 10 മിനിറ്റ്സ് ആയി. എനിക്ക് കുടിച്ച മതി. അതെ. പോവാം. അയ്യോ ഇതൊക്കെ സാർ അറിഞ്ഞാൽ മോശമാണ് കേട്ടോ. എന്തോന്ന്? ഇങ്ങനെ സാറിന്റെ കക്ഷികളുടെ നിന്ന് വിസ്കിയും സിഗരറ്റും ഒക്കെ ഓസുന്നതേ മോശമാണ്. എടാ ഞാൻ ഓസുന്നെങ്കിലേ പകുതി നീ ഞാൻ എവിടെയാണ് ഓസുന്നത്? പോവാ 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 പോകാ. ഒരു സ്മോൾ കൂടെ കഴിഞ്ഞിട്ട് പോവാ. ഒരു ലാർജ് തന്നെ ആവട്ടെ. മതി സാർ, ഇപ്പൊ തന്നെ ഓറാണ്. ആരെ? നീ ഭയങ്കര സോപ്പായിട്ട് വരികയാണ്. സോപ്പ് നിന്റെ തന്തയാണ്. നീ സാറിന്റെ കാര്യം ഇത്ര ശ്രദ്ധിക്കണം. തമ്മ തല്ലി ചാവട്ടെ. കള്ളു കുടിക്കുന്നത് ആനന്ദിക്കാനാണ്. കള്ളു കുടിച്ച് ബഹളം ഉണ്ടാക്കി നാട്ടുകാർക്ക് പബ്ലിക് ന്യൂസൻസ് ഉണ്ടാക്കി IP സെക്ഷൻ എത്രയാടാ? അല്ല എനിക്ക് വേറൊരു കാര്യം അറിയോ? വേറൊരു കാര്യം, ഞാനൊരു സ്ഥലത്ത് പോകുന്നു. സീക്രട്ടായ സ്ഥലം. എവിടെയാണ് സാർ? രാധികയെ കാണാൻ പോകുന്നു. നല്ല കണ്ടീഷനിലാ പോകുന്നത്. എന്താ ഈ കണ്ടീഷൻ കുഴപ്പം? ഞാൻ വളരെ ഡീസന്റ് ആയിട്ട് പോകും. ഞാൻ പോവും. അതെ, ഈ ടിവിയിലൊക്കെ പാട്ട് പാടുന്ന ഒരു ഡോക്ടർ KS മേനോനില്ലേ, പുള്ളിയുടെ വീട് എവിടെ? ടിവിയിൽ പാടുന്ന ഡോക്ടർ KS മേനോന്റെ വീടോ? ഐ എം സോറി, TV പാട്ട് പാടുന്ന പുള്ളിയല്ല, പുള്ളിയുടെ ഡോക്ടർ രാധിക. ടിവിയിലൊക്കെ പാട്ട് പാടുന്ന KS മേനോൻ. ടിവിയിൽ പാട്ട് പാടുന്ന KS മേനോനല്ലേ ഡോക്ടർ KS മേനോൻ? നമ്മുടെ മേനോൻ. കാണിച്ചുകൂടെ? ഏ? കാണിച്ചില്ല. നടക്കാം. അവിടെ വേണോ? എവിടെ? അവിടെ ആ സൈഡിലോ? എവിടെ? ഇങ്ങോട്ടോ? കണ്ടിട്ട് പോളിയാ. വേണ്ട. എന്റെ അതെ, ഈ മാല ഡോക്ടർ KS മേനോനല്ലേ? വീഡിയോ വെച്ചാൽ മാല വീട്. അത് ശരി, മാല വീടുന്നല്ലേ പിച്ചാതെ കാണിക്കൂ. കുത്തോ? ഞാൻ എടുത്തില്ല. 5-8 പവന്റെ മാലയാ ഡോക്ടർ KS മേനോൻ. മോതിരം അതങ്ങനെ ഊരാൻ പറ്റത്തില്ല. സോപ്പ് ഇട്ടാണോ ഊരാൻ? സോപ്പൊന്നും ഇടണ്ട. ഡോക്ടർ KS ഞാൻ ഊരി തരാം. ഡോക്ടർ KS മേനോന്റെ വീട്. വാച്ചില്ല. ഊരിയും തരണോ? ഇതങ്ങോട്ട് ഊരാൻ പറ്റുന്നില്ല. കണ്ടത് ഒരു ഡോക്ടർ KS മേനോൻ ഊരത്തില്ലടോ. ഊരാനില്ല. മേത്ത് വിട്ടുള്ള കളി മതി. അടിച്ച് പിറ്റായി വന്നിട്ട് നിനക്ക് വല്ല പെണ്ണുങ്ങളുടെ വീട് കാണാൻ ഞാൻ ഈ നാട്ടുകാരൻ തന്നെ കേട്ടോ. നിക്കേ ഒരു കാര്യം, പ്രശ്നമൊന്നുമില്ല. നിങ്ങൾക്ക് ഡോക്ടർ KS മേനോന്റെ വീട് അറിയാം. അതെന്താ ഒരു വീഡിയോ വെച്ചാൽ ഇങ്ങനെയൊക്കെയാണ് കാണിക്കുന്നത്. അത് മോശമാണ്. ഹലോ, രാഘവേട്ടനല്ലേ? അതെ, എന്താ? കുളമായി രാഘവേട്ടാ. അയ്യോ, എന്തു പറ്റി? രാധികയുടെ വീട് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. എന്റെ വാച്ചും മാലയും മോതിരവും ഒക്കെ കുറെ ആൾക്കാർ അടിച്ചോണ്ടുപോയി. അപ്പൊ അവർക്ക് സ്വന്തമായിട്ട് വാച്ചും മാലയും ഒന്നും ഇല്ലായിരിക്കും. ഓ, തമാശ പറഞ്ഞ് പിടിച്ചില്ലായിരിക്കും. അല്ല, അതിരിക്കട്ടെ, സാർ ഇപ്പൊ എവിടുന്നാ സംസാരിക്കുന്നത്? ഇവിടെ അടുത്തൊരു പബ്ലിക് ബൂത്തിൽ നിന്നാ. ഇനിയെങ്കിലും ഇങ്ങോട്ട് വന്നൂടെ മോനെ. ഈ പറ്റിയ ചമ്മലൊന്നും മാറ്റാൻ ഒരു ലാർജ് അടിച്ചിട്ട് ഞാൻ വരാം. ഇന്ന് ഒരുപാട് കഴിച്ചില്ല മോനെ, അത് പോരെ. ഒരു കുഴപ്പമില്ല, ഞാൻ ഉടൻ വരാം. ആ, വെക്കട്ടെ.